അസ്സലാമു അലൈക്കും. കൊഴുക്കട്ട അധികം എല്ലാവരും കഴിച്ചതായിരിക്കും. എന്നാൽ പഴം കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ കാണാം നമുക്ക്. ഇതിനായിട്ട് 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ. ഇതിനെ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കുക. ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. രണ്ട് ഏലക്കയും 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ നല്ല പോലെ അടിച്ചെടുത്ത ഈ പഴം മിക്സ് ഉണ്ടല്ലോ, ഇതൊരു പാനിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. ആകെ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് നമ്മൾ അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തു. ബാക്കി 1/2 ഗ്ലാസ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിനെ സ്റ്റൗവിലേക്ക് മാറ്റാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് വറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. പഴമാണ് അടിയിൽ പിടിക്കും. ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വറ്റി തുടങ്ങിയാൽ ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അരിപ്പൊടി ഒന്നിച്ച് ചേർക്കരുത് കേട്ടോ. കുറേശ്ശെ ആയിട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ 3-4 തവണകളായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നല്ലപോലെ മിക്സാക്കി കൊടുക്കുമ്പോഴേക്കും ഇതിലെ വെള്ളം മുഴുവൻ വറ്റി പത്തിരിമാവൊക്കെ ഉണ്ടാവുമല്ലോ, അതേ രൂപത്തിലായി കിട്ടും. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടില്ല എങ്കിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ കട്ട കെട്ടും. അത് പിന്നീട് പ്രശ്നമാവും. അപ്പം അതിലും നല്ലത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. വെള്ളത്തിന്റെ കുറവുണ്ടെന്ന് കരുതി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ആകെ കുളമായി പോകും. ഇതാണ് ഇതിന്റെ കണക്ക്. ഈ 2 പഴത്തിന് ഈ 1 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിന്റെ കണക്ക്. നല്ലൊരു തവി കൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം സെറ്റായി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ ഈ പാനിലിട്ട് തന്നെ ഇളക്കി മറിച്ചാൽ മതി. ഇത് ചൂടാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചൂടാറുന്നതിന് വേണ്ടി ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കരയിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്ത് ഈ ശർക്കര പാനിയെ അരിച്ച് ഒരു പാനിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയിലുള്ള വെള്ളത്തിന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലെ ഈ വെള്ളമയുണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് വറ്റി പോകണം കേട്ടോ. ഇത്രയും മതി. ഇനി ഇതിനെ ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മാവുണ്ടല്ലോ, ആ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം അത് ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും കേട്ടോ. കയ്യിൽ അല്പം എണ്ണ തടവി കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. പത്തിരിക്ക് കുഴച്ചെടുക്കണം, അത്രയും കുഴക്കാനൊന്നുമില്ല കേട്ടോ. കുറച്ച് കുഴക്കുമ്പോഴേക്കും തന്നെ അത് സോഫ്റ്റ് ആയിട്ട് വരും. അതിനെ പിന്നീട് ബോൾസ് ആക്കി മാറ്റാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ പൂവടക്കൊക്കെ ചെയ്തെടുക്കൂലേ, അതുപോലെ തന്നെ. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല പോലെ തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. പിന്നീട് അത് വീണ്ടും ബോൾസ് ആക്കി മാറ്റുക. ഇങ്ങനെ ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു സ്റ്റീമറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് മുകളിലായിട്ട് തട്ട് വെച്ച് കൊടുക്കുക. തട്ടിൻ്റെ അകത്തായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാൻ കേട്ടോ.
എന്നിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. 15 മിനിറ്റ് ആവി കൊള്ളിക്കുമ്പോഴേക്കും ഇത് നല്ല പഴം കൊഴുക്കട്ട റെഡി ആയി കിട്ടി കേട്ടോ. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നീട് സ്റ്റീമറിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഉടനെ തന്നെ എടുത്തു മാറ്റണം. കാരണം ഇതിന്റെ അകത്തുള്ള നീരാവി മുഴുവനും ഇതിന്റെ മുകളിലായിട്ട് വരും. അപ്പൊ അതിനൊരു അത്ര വലിയൊരു സുഖം തോന്നൂല. അപ്പോൾ വേവായ ഉടനെ തന്നെ ഇത് സ്റ്റീമറിൽ നിന്നും എടുത്തു മാറ്റുക. അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയ ഹെൽത്തി ആയിട്ടുള്ള പഴം കൊഴുക്കട്ട തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.